ശശി തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തതയല്ല. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് കോൺഗ്രസ് വിട്ട് വേറൊരു പാർട്ടിയിലേക്കും ഇല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയൊരു ലേഖനത്തിനകത്തിൽ രാഹുൽ ഗാന്ധിയുടെ മാതാവിനെയും മുത്തശ്ശിയെയും ഒക്കെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലേഖനമൊക്കെ വന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഇവിടെ വാതിലും തുറന്നിട്ടുകൊണ്ട് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയും ചെയ്തു. വരുത്തില്ലെന്ന് പൂർണ്ണമായി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടെന്ന് ആരോപിക്കുന്നു. അപ്പോൾ പറയുന്നത് CPM ആണ്. പഴയൊരു ചൊല്ലുണ്ട്, വൈകുന്നത് വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കലവിട്ട് ഉടയ്ക്കുക എന്ന് പറയുന്നത്. ഏകദേശം ആ ഒരു രീതിയാണ് ഇപ്പോൾ ഈ UDF സംബന്ധിച്ചിടത്തോളം കണ്ടുവരുന്നത്. മുൻപെന്നും ഉണ്ടായിരുന്നതിനേക്കാൾ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോവുകയും തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇപ്പം തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള പല വിധത്തിലുള്ള പുറമേ വരുന്നില്ലെങ്കിൽ പോലും ഇപ്പം തന്നെ ഈ KPCC നേതൃമാറ്റം എന്ന് പറയുമ്പോൾ അതൊരു നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പം പറ്റുന്നൊരു കാര്യമല്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആലങ്കായി പഴുത്തപ്പോൾ കാക്കയുടെ വായിൽ പുണ്ണോ? ഇതാണ് UDF കുറിച്ച് ഇപ്പോൾ ചോദിക്കാനുള്ളത്. ശശി തരൂർ വിഷയം വീണ്ടും വിവാദത്തിലേക്ക് നീങ്ങുകയാണോ? ഒപ്പം തന്നെ ലീഗുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ എങ്ങനെ നേരിടും? അത് പ്രചാരണത്തിൽ ഏത് തരത്തിൽ UDF ബാധിക്കും? കൂടാതെ തന്നെ ഇപ്പോഴിതാ ആരൊക്കെ മത്സരിക്കും എന്നുള്ള വിഷയത്തിലേക്ക് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്ന്. കൂടാതെ തന്നെ പുതിയ KPCC പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ള ചർച്ചയും അവിടെ സജീവമായി തന്നെ നടക്കുകയാണ്. പരിശോധിക്കാൻ നമുക്ക് എങ്ങനെ ഈ വെല്ലുവിളികളെ UDF അതിജീവിക്കും, എത്രത്തോളം ശക്തമായി അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ നിലവിലുണ്ട്. നമ്മോടൊപ്പം ചേരുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീകുമാർ പടിലേത്ത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ശശി തരൂർ വിഷയം തന്നെ എടുക്കാം. തരൂർ ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് പോവുകയാണ്. വീണ്ടും അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഈ മഹാപഞ്ചായത്ത് സമ്മേളനത്തിൽ സംസാരിച്ചു. ഏതെങ്കിലും തരത്തിൽ തരൂർ അസംതൃപ്തനാണ്? അത് UDF പ്രതികൂലമായി ബാധിക്കും, കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കും എന്നങ്ങ് കരുതുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? ശശി തരൂർ അസംതൃപ്തൻ എന്നുള്ളതല്ല, ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വയം ഒരു പാത വെട്ടി തെളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം പ്രധാനപ്പെട്ട എല്ലാ സമുദായ സംഘടനകളുടെയും ആസ്ഥാനങ്ങളിലെത്തുകയും സ്വന്തം നിലയ്ക്ക് കോൺഗ്രസ്സിലെ കുറച്ച് പേർ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും ഇപ്പം NSS ആസ്ഥാനത്ത് SNDPയുടെ ജനറൽ സെക്രട്ടറിയുടെ വസതിയിൽ, അതുപോലെ ക്രിസ്തീയ സഭാ അധ്യക്ഷന്മാരുടെ അടുത്ത് അങ്ങനെ പോയി അദ്ദേഹം ഒരു പര്യടനം നടത്തിയത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. കുറേ നാളിന് മുമ്പാണത്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു സന്ദർശന പരിപാടി എന്ന് പറയുന്നത് ഒരു എന്തിനു വേണ്ടിയാണെന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. അദ്ദേഹത്തിനൊരു ഫീലിംഗ് ഉണ്ടാകണം, താൻ അവഗണിക്കപ്പെട്ടു, പരിഗണിക്കപ്പെടുന്നില്ല. അല്ല, അങ്ങനെ ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഇപ്പോൾ എത്ര തവണയായിട്ട് മത്സരിച്ച് ജയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പരിഗണന കൊടുക്കാഞ്ഞിട്ടാണോ അവർ വീണ്ടും വീണ്ടും ആ ഒരു സീറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്? ജയിക്കുമെന്നുള്ള ഒരു സാധ്യത വേറെ കാര്യം, അതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പാർട്ടിയുടെ പേരിൽ, പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്ന ഒരാളിന് സ്വാഭാവികമായിട്ടും ആ പാർട്ടിയോടുള്ള ഒരു വിധേയത്വവും കടപ്പാടും ഉണ്ടാവണം. അപ്പോൾ അതിന് പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ. അദ്ദേഹം ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനാണെന്ന് എന്നുള്ള കാര്യം നമ്മൾ ഒഴിവാക്കി നിർത്താം. അങ്ങനെയല്ല, അദ്ദേഹം അങ്ങനെയല്ലല്ലോ. എങ്കിൽ പോലും ആ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിൻ്റെ ഒരു ചട്ടക്കൂടിലും അതിൻ്റെ അച്ചടക്കത്തിലും ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദയാണ്. അപ്പം അതിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം അന്ന് പല വിധത്തിലുള്ള ഇതിനെക്കുറിച്ചുള്ള പല വ്യാഖ്യാനങ്ങളും ഉണ്ടായി. കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണെന്നും അദ്ദേഹം ഇവിടത്തേക്ക് വരുന്നു, കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കുള്ള അവസരം അദ്ദേഹം കൊടുത്തു. ഒരിക്കലും അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ഒരു ആൾ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാര്യം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരവസ്ഥയാണത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടും കേരളത്തിലെ വ്യവസായ മേഖലയെ പറഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ അത്ര വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന് വരത്തക്ക തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതുകയും അങ്ങനെയുള്ള ഒരു വിവാദം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കോൺഗ്രസ് പ്രധാനമന്ത്രി മോദിക്കെതിരായിട്ടും BJP ഭരണത്തിനെതിരായിട്ടും ശക്തമായിട്ട് നിലകൊള്ളുകയും അവരെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ പ്രയത്നങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു MP പ്രധാനമന്ത്രി എന്തിൻ്റെ പേരിലാണേലും അങ്ങനെ ചെയ്യുന്നത് ഒരു പാർട്ടി
ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയാണെന്ന് ഇനി എൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നത് ഏതെങ്കിലും തരത്തിൽ ശശി തരൂർ കോൺഗ്രസ് വിട്ട് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇപ്പോൾ UDF വലിയ സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. ശശി തരൂർ വിഷയം സോൾവ് ചെയ്യപ്പെടാത്തതായി നിലനിൽക്കുമോ? അതാണ് എൻ്റെ അറിയാനുള്ള ആഗ്രഹം. ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വിഷമമുണ്ടായെന്ന് പറയുന്ന അദ്ദേഹം ഇരുന്ന വേദിയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുകയോ അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. അതെ, അത് ഒരുപക്ഷെ ഈ തിരക്കിനിടയ്ക്കോ അല്ലെങ്കിൽ എഴുതി കൊടുത്ത അദ്ദേഹം അതിനൊരു വിശദീകരണം കൊടുത്തല്ലോ, എഴുതി കൊടുത്ത അതിന് പട്ടികയിൽ ഉൾപ്പെടാതെ പോയതുകൊണ്ടാണെന്നുള്ളൊരു വിശദീകരണം കൊടുത്തു. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു മറുവശം കൂടെ കാണേണ്ടത് കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയൊരു ലേഖനത്തിനകത്തിൽ രാഹുൽ ഗാന്ധിയുടെ പിന്നെ മാതാവിനെയും മുത്തശ്ശിയെയും ഒക്കെ പിന്നെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലേഖനമൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ അവരെ മുറിവേൽപ്പിച്ച ഒരാളിൻ്റെ പേര് അവർ അഭിസംബോധന ചെയ്യണമെന്ന് പറയുന്നതിനകത്തിൽ സ്വാഭാവികമായിട്ട് അവരുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു വീഴ്ചയായിട്ട് പറയാൻ നിൽക്കുന്നു. അത് പോഞ്ഞു നിൽക്കുക തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ശശി തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തതയല്ല. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് കോൺഗ്രസ് വിട്ട് വേറൊരു പാർട്ടിയിലേക്കും ഇല്ല, വേറൊരു പിന്നെ സംവിധാനത്തിലേക്കും പോകത്തില്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എന്താണ് അദ്ദേഹത്തിന് മനസ്സിലിരിപ്പ് എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ലീഗുമായി ബന്ധപ്പെട്ട് UDF-നെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ആരോപണങ്ങളാണ്. ലീഗ് ജമാഅത്തെ പോലുള്ള തീവ്ര സംഘടനകളുടെ പിടിയിലാണ് എന്നും ഒക്കെ ഉയരുന്നുണ്ട്. അത് CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായി തന്നെ വരുന്നുണ്ട്, അത് ചർച്ചയായിട്ടുമുണ്ട്. ഈ വിഷയത്തെ ഏത് തരത്തിലായിരിക്കണം UDF ഹാൻഡിൽ ചെയ്യേണ്ടത്? ഇത് എത്രത്തോളം അവരെ ബാധിക്കും? UDF ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ മുൻപേ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് പറഞ്ഞതാരാണ് ഈ ആക്ഷേപം പറയുന്നത്? CPM ആണ്. CPM ലീഗിനെ ഇന്നല്ല കാണുന്നത്, മുൻപ് മുതലേ നമ്മൾ കാണണം. അന്ന് മുസ്ലിം ലീഗ് ഉണ്ട് ഇവിടെ, അന്ന് മുസ്ലിം ലീഗ്. അത് കഴിഞ്ഞിട്ട് ഈ വളരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും AK ബാലനും ലീഗിന് കൊടുത്ത ചില സർട്ടിഫിക്കറ്റുകളുണ്ട്. അതിപ്പോഴും പൊതു മാധ്യമങ്ങളിൽ ഇപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തിരുത്താനുള്ളൊരു കാര്യം എന്താ? ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് പുതിയൊരു മുഖച്ഛായൊന്നും ലീഗിനുണ്ടാവത്തില്ലല്ലോ, അല്ലെങ്കിൽ നയപരമായിട്ടുള്ള അവരുടെ നിലപാടൊന്നും ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഇവിടെ വാതിലും തുറന്നിട്ടുകൊണ്ട് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയും ചെയ്തു. വരുത്തില്ലെന്ന് പൂർണ്ണമായി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടെന്ന് ആരോപിക്കുന്നു. അപ്പോൾ പറയുന്നത് CPM ആണ്. അതുകൊണ്ട് തന്നെ ആ പറച്ചിലിൻ്റെ ഒരു രാഷ്ട്രീയ പൊള്ളത്തരവും പിന്നെ അവരുടെ ഒരു അവസരവാദപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനമായിട്ട് അതിനെ കണ്ടാൽ മതി. അപ്പോൾ ഇത് വളരെ ബോധ്യപ്പെടുന്ന ഒരു വിശദീകരണമാണ്. ഇത് പക്ഷേ ജനങ്ങളോട് UDF നേതാക്കൾക്ക് വിശദീകരിക്കാൻ കഴിയണം അല്ലേ? അതെ അല്ല, ജനങ്ങളോട് UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ൻ്റെ പ്രധാനപ്പെട്ട അവരുടെ കോൺഗ്രസ് കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ലീഗ്. ആ ലീഗ് ഇപ്പോഴും കോൺഗ്രസുമായിട്ടുള്ള അവരുടെ ഇഴയെടുപ്പത്തിന് യാതൊരു കോട്ടവും തട്ടാത്ത തരത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഒരു വിഷയത്തിലും അവരങ്ങനൊരു പിന്നെ ഭിന്നതയുടെയോ അങ്ങനെയുള്ളൊരു സ്വരം ഇപ്പോഴും ഈ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നിയമസഭയിലൊക്കെ ഒരു പിന്നെ വിഷയങ്ങൾ വരുമ്പോൾ ഈവൻ സോണിയാഗാന്ധിക്കെതിരായിട്ടോ അല്ലെങ്കിൽ രാഹുലിനെതിരായിട്ടോ വരുന്ന ആക്ഷേപങ്ങളെ പോലും കോൺഗ്രസ് അംഗങ്ങൾ പിന്നെ ഇറങ്ങുന്നതിനേക്കാൾ ആർജവത്തോടുകൂടി അതിനെ എതിർക്കാൻ ഇറങ്ങുന്നത് ലീഗ് അംഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു ഏടുപ്പത്തിനകത്തിലൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. എല്ലായിടത്തും പ്രശ്നം പരിഹരിക്കാൻ അവരുണ്ട്. പിന്നെ പാർട്ടിയിൽ മുന്നണിയിൽ ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ കോൺഗ്രസ് കഴിഞ്ഞാൽ നിലവിലെ അംഗസംഖ്യ വെച്ചാണെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഏകദേശം ഒരു കണക്കൂട്ടൽ അനുസരിച്ചാണെങ്കിലും രണ്ടാമത്തെ വലിയ കക്ഷി അവരായിരിക്കുമല്ലോ. അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്വാധീനവും മുന്നണിക്കകത്തിൽ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. ഇനിയിപ്പോൾ പുതിയൊരു വിഷയം കൂടി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് രാജിവെച്ചേക്കും. പുതിയ KPC പ്രസിഡന്റ് ആര് എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചയും ഇപ്പോൾ സജീവമായിട്ടുണ്ട്. അവിടേക്ക് കെൽപ്പുള്ളതും ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു ഗവേണിംഗ് പവറുള്ള ഒരു നേതാവ് വരണം എന്നുള്ളതാണ് നിരീക്ഷകർ പറയുന്നത്. എന്തായിരിക്കും ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ സമീപനമെന്നാണ് അങ്ങ് കരുതുന്നത്? ഈ പഴയൊരു ചൊല്ലുണ്ട്, വൈകുന്നത് വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കലവിട്ട് ഉടയ്ക്കുക എന്ന് പറയുന്നത്. ഏകദേശം ആ ഒരു രീതിയാണ് ഇപ്പോൾ ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം കണ്ടുവരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പല വിധത്തിൽ അനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. ഒന്ന്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം. രണ്ടാമത് ഈ പിന്നെ പെൻഷൻകാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള ജീവനക്കാരുടെ അതൃപ്തി. പിന്നെ ഭരണപക്ഷത്ത് തന്നെ പ്രത്യേകിച്ച് CPM-ൻ്റെ നേതാക്കളുടെ പ്രകോപനപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ പല ജില്ലകളിലും ഉണ്ടാകുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അഴിമതി സംബന്ധിച്ചുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കുന്നു. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും കൊണ്ട് LDF-നേക്കാൾ ഒരുപക്ഷെ ഇപ്പോൾ ഒരു സാധ്യത മൊത്തത്തിൽ കൽപ്പിക്കപ്പെടുന്നത്
UDF-നാണ്. ശരിയാണ്. അപ്പം അങ്ങനെ ഒരു വരുമ്പോൾ ഇവർ ആ ഒരു വിശ്വാസത്തോടെയും പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പിന്നെ വിജയിച്ച് വരികയും ചെയ്ത ഒരു മുന്നണിയും കൂടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന അവസരത്തിൽ അവർ മുൻപെന്നും ഉണ്ടായിരുന്നതിനേക്കാൾ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോവുകയും തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇപ്പം തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള പല വിധത്തിലുള്ള പുറമേ വരുന്നില്ലെങ്കിൽ പോലും ഇപ്പം തന്നെ ഈ KPCC നേതൃമാറ്റം എന്ന് പറയുമ്പോൾ അതൊരു നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പം പറ്റുന്നൊരു കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഹിക്ക് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന രണ്ടുപേരോട് കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും KC ജോസഫിൻ്റെയും ആണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വേറെ ഇതിൻ്റെ പിന്നെ കുപ്പാൻ തേച്ചിരിക്കുന്ന മറ്റ് പല ആൾക്കാരും ഉണ്ട് പ്രസിഡന്റ് ആവാൻ വേണ്ടി. നേരത്തെ ഇരുന്ന പ്രസിഡന്റുമാർക്ക് പോലും വീണ്ടും വരണമെന്നുള്ള ആഗ്രഹമുള്ളവരും ഉണ്ട്. അപ്പോൾ ഈ അതിൻ്റെ ഒരു നിർണായക ഘട്ടം വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞ് പുതിയ ഒരാളിനെ വേണമെന്നുള്ള ഘട്ടം വരുമ്പോഴായിരിക്കും അവരെല്ലാം പെട്ടെന്ന് പല ദിക്കുകളിൽ നിന്നായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുമ്പം ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും എന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കോൺഗ്രസിൻ്റെ ഒരു രീതി അതാണ്. അതൊരു പ്രധാന വിഷയം തന്നെയാണ്. പിന്നെ കോൺഗ്രസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണത്. തീർച്ചയായിട്ടും. ഏതായാലും ഇനി അധിക സമയമില്ല കോൺഗ്രസിനും UDF-നും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ. അത് അവർ ഉൾക്കൊണ്ടാൽ നല്ലത്. ജനവികാരം LDF-നെതിരാണ് എന്നുള്ളതാണ് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ കാറ്റ് തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഈ വേളയിൽ ഒരു കാരണവശാലും തെറ്റുകൾ വരുത്തി തമ്മിലടിച്ച് ഈ സാധ്യത ഇല്ലാതാക്കരുത് UDF നേതാക്കൾ എന്നാണ് അവരെ പിന്തുണയ്ക്കുന്നവർ ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ കാൻഡിഡേറ്റ് ആരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചത് ആയിരിക്കണം നിങ്ങളുടെ ഏറ്റവും മികച്ച തീരുമാനം വരേണ്ടത്. LDF-ന് പക്ഷേ അക്കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാകില്ല. അവരെപ്പോഴും ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സിനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ജനവികാരത്തെ പരമാവധി തങ്ങൾക്കനുകൂലമാക്കുവാൻ തക്ക സ്ഥാനാർത്ഥികളെ യുവത്വത്തിന് മുൻതൂക്കം നൽകി, കഴിവിന് മുൻതൂക്കം നൽകി അതായത് കഴിവ് തെളിയിച്ച സ്ഥാനാർത്ഥികളെ വീണ്ടും പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. വീണ്ടും പറയുന്നു, തമ്മിലടിച്ച് ഈ കിട്ടാനിരിക്കുന്ന ഭാഗ്യത്തെ ഇല്ലാതാക്കരുത്. ജനങ്ങൾക്കൊപ്പം നിൽക്കുക, ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോവുക. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.